ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC-ക്കെതിരെ 1-നെതിരെ 3 ഗോളുകൾക്ക് തോറ്റിരിക്കുന്നു. ഇതാ വളരെ വമ്പിച്ച തോൽവി. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കടന്നു വരൂ, കൊണ്ടുപോകൂ 3 പോയിൻറ്റുകൾ, ഒപ്പം 3 ഗോളുകളും. ഗൈസ്, അടുത്ത തവണ വിഷുവിന് സ്പെഷ്യൽ ഓഫറായിക്കൊണ്ട് ക്ലീൻ ഷീറ്റും ഉണ്ട്. ബാംഗ്ലൂർ ഇങ്ങോട്ട് പോകുന്നേക്കേണ്ടി കിട്ടും. പക്ഷെ എന്തോന്ന് പറയണം, കൊച്ചി ഒരു നരകമാണെന്ന് ഇപ്പം പറയുന്നത് ഒരു കോമാളിത്തരമായി മാറി. ഇപ്പോൾ കൊച്ചി ഒരു കളിപ്പട്ടമായി മാറിയിട്ടുണ്ട് ഗൈസ്. ഇതിനപ്പുറം ഒന്നും പറയാനില്ല കോച്ചിനെയും പ്ലേയേഴ്സിനെയും ഒന്നും പറ്റിയിട്ട്. അമ്മാരി കളിയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. എന്താ ഇതിനൊക്കെ പറയുക. വീട്ടിൽ തോറ്റെന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് എന്തുത്ത തോൽവിയാണ് തോറ്റത്. ഒരു മയത്തിലൊക്കെ തോൽക്കണ്ടറാ. അതാണ് എനിക്ക് പറയാനില്ല ഇവന്മാരുടെ അടുത്ത്. ഇവന്മാരൊരു കൊള്ളൂല എന്ന് തന്നെ പറയാം. നമുക്ക് ബോൾ പൊസിഷനിൽ വരെ നമ്മൾ അമ്പാടെ കളിയാണ് കളിച്ചത്. തവള കളിയായി പോയി എന്നുള്ളതാണ്. എനിക്ക് ഇതിനെ കൊള്ളൊന്നും പറയാനില്ല. ചില പ്ലേയേഴ്സിനെയൊക്കെ വീണ്ടും വെച്ചിരിക്കും. ഞാൻ പറയുന്നില്ല അതാരാണെന്നൊന്നും. ഞാൻ പറയട്ടെ, ഡാനിഷ് ഫാറൂഖും സന്ദീപൊക്കെ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. സന്ദീപ് ഇന്നലെ കുറച്ചും കൂടി കളിച്ചു. ഡാനിഷ് ആവട്ടെ ഒരു തേങ്ങയും ഉണ്ടാക്കുന്നില്ല. ഡാനിഷൊക്കെ ഭയങ്കര ഓട്ടമായിരുന്നു. ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കുറേ ഓടുന്നുണ്ടെങ്കിൽ ആ പ്ലെയർ അത്രയും റേഞ്ചുള്ളൊരു പ്ലെയർ ആണെന്നുള്ളതാണ്. ഇപ്പം മെസ്സിയൊന്നും അത്ര ഓടാറില്ല അല്ലേ. മെസ്സിക്കൊക്കെ പൊതുവേ സ്പീഡ് കുറഞ്ഞ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഡാനിഷിനൊക്കെ ഭയങ്കര ഓട്ടക്കാരാണ്. ഡാനിഷ് ഗോട്ടാണ് എന്നൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ലോജിക്ക് ചിന്ത ചെയ്യുമ്പോൾ അത് ആ രീതിയിലാണ് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഓടി, നല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നല്ല ഓടിയിട്ട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരം എന്ന് വെച്ചാൽ ഒരു ആഡീസൈ മത്സരം എന്ന് തന്നെ പറയാം. നമ്മൾ കളിച്ചിട്ടുണ്ട് ശരിയാണ്, അവർ നന്നായി കളിച്ചിട്ടുണ്ട്. ഞാൻ പറയും പഞ്ചാബ് FC ഈസ് ബാഡ് ടീം. അവർക്ക് മിനിമം 10 ഗോളെങ്കിലും അടിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലായിരുന്നു. ചിന്തിച്ച് നോക്കൂ, നമ്മളങ്ങോട്ട് 10 തൊട്ട് എണ്ണി തുടങ്ങണം. 10 ആവണം നമ്മുടെ ഒന്നാമത്തെ ഗോൾ എന്നുള്ളത്. 10 തൊട്ടിട്ട് പിന്നെ 10 ചെറുത് 20-30 ഒക്കെ അടിക്കാനുള്ള വക ഉണ്ട്. 20-30 എന്തുകൊണ്ട് അടിച്ചില്ല? അതാണ് മോശമായിപ്പോയത്. പഞ്ചാബ് വളരെ മോശം കളിയായിരുന്നു. ഈ ടീമിനൊക്കെതിരെ 3 ഗോൾ മാത്രം അടിച്ചേക്കുക വെച്ചാൽ അത് വല്ലാത്തൊരു ഇതായി. കാരണം അത്രയും നിലവാരം കുറഞ്ഞ ടീം. പഞ്ചാബിൻ്റെ കളി പോരാ, 10 ഒക്കെ അടിക്കണ്ടേ. 10 അടിച്ചാലല്ലേ ഒരു കുമ്മുള്ളൂ. ഗൈസ്, കുറച്ച് സർക്കാസ്റ്റിക്കായി എന്നറിയാം. നമ്മൾ വളരെ മോശമായുള്ള പ്രകടനമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്. ക്വിറ്റ് ഇന്ത്യ, സാക്ക് കോച്ച്, ബ്രിങ് ബാക്ക് ഇവാൻ വുക്കോമനോവിച്ച് തിരിച്ച് വരണം ഗൈസ്. ഇവാൻ വുക്കോമനോവിച്ച് തിരിച്ചു വന്നില്ല ഒരു തേങ്ങയും നടക്കില്ല. ഞാൻ ഈ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ചില പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ പ്ലേയേഴ്സൊക്കെ ഭയങ്കര വേസ്റ്റ് സാധനങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. യോക്കായാലും ബർട്ടോമായാലും ക്വിറ്റിങ്കോ ആയാലും മർലോണൊക്കെ അമ്മാരി ബോംബ് പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദുരന്തമായി മർലോണിനേക്കാളൊക്കെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി പ്ലെയറെങ്കിലും നന്നായി കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സൊക്കെ പറഞ്ഞാൽ വെറും അതിനേക്കാളും നല്ല സെവൻസിലുള്ള ചെക്കന്മാരെ കൊണ്ടുപോകും, അവർ പിന്നെയും കളിക്കും. ഇത് ഒട്ടും നിലവാരമില്ലാത്ത എന്തൊക്കെയോ കാണിക്കുന്നൊരു ഫോറിൻ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഫോറിൻ പ്ലേയേഴ്സ് പറയാൻ നാണല്ലേ. ഇവരൊക്കെ I-League ക്വാളിറ്റി പോലും ഇല്ല. നമ്മുടെ കണ്ടൻ ടീമിൽ കളിക്കേണ്ടവരാണ് ഈ ഫോറിൻ പ്ലേയേഴ്സ് എന്നൊക്കെ പറയാം. അത്രയും ദുരന്ത ഫോറിൻ പ്ലേയേഴ്സ്, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത എന്തൊക്കെ ഒരു ഫോറിൻ പ്ലേയേഴ്സ്. ആകെ കുറച്ചെങ്കിലും നന്നായി കളിച്ചത് ആ ഫാളുമാണ് എന്ന് നമ്മൾ പറയാം. ഫാളുമാണ് ആകെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് മറ്റൊരു പോസിറ്റീവ് ഉണ്ട്, നമ്മളാകെ 3 ഗോൾ വഴങ്ങി എന്നുള്ള. അവന്മാരൊരു 10-30 അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ മത്സരത്തിന് വേണ്ടി ഒന്നും കൂടുതൽ പറയാനില്ല. അവന്മാർ പ്ലക്കി വിട്ടു എന്നുള്ളതാണ്. നമ്മളുടെ ഏക ഗോൾ അടിച്ചത് ഫാളുമാണ്. അവിടെ ഡാനി ഒസൂജ ജിസോവിച്ചൊക്കെ ഗോളടിച്ചു. ഇത്രയുള്ള വീഡിയോ ഗൈസ്. വേറെ വീഡിയോ ഇടുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത പൊളിക്കാൻ.